ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് തയ്യാറാക്കിയ ഇന്റേണൽ റിപ്പോർട്ട് ബി.ജെ.പിയെ ആശങ്കപ്പെടുത്തുന്നു. ഇത്രയും കാലം ബി.ജെ.പിയെ പിന്തുണച്ചിരുന്ന അടിസ്ഥാന വർഗം കോൺഗ്രസിനെ പിന്തുണക്കാൻ തുടങ്ങിയതായതാണ് റിപ്പോർട്ടിലെ വലിയ മാറ്റം. അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ പൊതുവികാരം മാറിയിട്ടില്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതോടെ റാഫേലും മറ്റ് അഴിമതികളും കർഷക വായ്പയും തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഡാറ്റ അനലിറ്റിക്സ് ടീം അടിസ്ഥാന വർഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രചരണ പരിപാടികൾ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇതോടെ വ്യക്തമാക്കിയതാണ്. അതേസമയം പ്രവീൺ ചക്രവർത്തി ഇത്തരം പുതിയ പദ്ധതികൾ അണിയറയിൽ തയ്യാറാക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാജ്യത്ത് കടുത്ത അസംതൃപ്തി നിലനിൽക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പുൽവാമ ആക്രമണത്തിൽ അടക്കം അദ്ദേഹത്തിൽ നിന്ന് കൃത്യമായ തിരിച്ചടികൾ ഉണ്ടായില്ലെന്നാണ് വിലയിരുത്തൽ. ഗ്രൗണ്ട് ലെവലിൽ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്ന എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് 543 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കുടുംബ കേന്ദ്രീകൃതമായ പ്രചരണ രീതിയാണ് ബി.ജെ.പിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോദിയുടെ ചെതി എന്ന പ്രചരണമാണ് കോൺഗ്രസ് എല്ലാ മണ്ഡലത്തിലും നടത്തുന്നത്. രാഹുലിന്റെ ഡാറ്റ അനലിറ്റിക്സ് വിഭാഗമാണ് ഇതിനെ ഏകോപിക്കുന്നത്. അതിന്റെ ആദ്യപടിയാണ് പ്രവർത്തകരോട് തന്നെ കോൺഗ്രസിന്റെ പ്രചരണവാക്യം നിർദ്ദേശിക്കാൻ പറഞ്ഞിരിക്കുന്നതും. ഇത് പരസ്യ ഏജൻസികൾക്ക് പിന്നീട് കൈമാറും. ലിയോ ബാർനെറ്റ്, നിക്സൺ, ഡിസൈൻ ബോക്സഡ്, ക്രയോൺ എന്നിങ്ങനെ വൻകിട പരസ്യ ബാനറുകൾ കോൺഗ്രസിന്റെ പ്രചരണത്തിന് എത്തുന്നുണ്ട്. മോദി സർക്കാരിന്റെ പ്രധാന വെല്ലുവിളി ദേശീയത വിഷയമാണ്. ഹിന്ദു സംസ്കാരത്തിൽ ഊന്നിയുള്ള ഭരണരീതി മോദിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജനങ്ങൾ ഉപജീവന പ്രതിസന്ധികളിലേക്ക് വഴിമാറി. നിരവധി പേർ ഉപജീവന മാർഗത്തിനായി ഇപ്പോൾ തൊഴിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. മോദിയുടെ ഭരണത്തിൽ ഇത് ഇല്ലാതായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.